വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനെ കുറിച്ച് ഇതിനകം തന്നെ 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ ഉൾപ്പെടുത്താതിരുന്ന ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ തുടങ്ങാം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഈ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് വന്നു കഴിഞ്ഞാൽ എന്താണ് മലമറിക്കാൻ പോകുന്നത്, എന്ത് പ്രയോജനമാണ് ഉണ്ടാകാൻ പോകുന്നത്? അങ്ങനെ ചോദിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. പ്രത്യേകിച്ചും ഇത് ചോദിക്കുന്നത് തിരുവനന്തപുരം ജില്ലക്കാരല്ല, മറ്റ് തിരുവനന്തപുരം കൊല്ലം ജില്ലക്കാരൊന്നും അല്ല, പത്തനംതിട്ട ജില്ലക്കാരൊന്നും അല്ല. ഇത് ചോദിക്കുന്ന മറ്റ് ജില്ലക്കാരാണ്. അത് അവരെന്താണ് അവർക്കുള്ള വിഷമം എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എങ്കിലും പൊതുവേ ഞാൻ പറയാം, ഇത് കണക്ടിവിറ്റി അല്ലെങ്കിൽ സുഗമമാക്കുക, അല്ലെങ്കിൽ ട്രാഫിക് കൺജഷൻ, ട്രാഫിക് ഫ്ലോ സ്മൂത്താക്കുക എന്നൊക്കെ ഉള്ള അത് തന്നെയാണ് പ്രധാന ഉദ്ദേശം. Typically, an outer ring road is designed to facilitate smooth traffic flow and better connectivity. ഇനി യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു റോഡ് വരുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അറിയാം എന്താ ചെയ്യുക. ഇത് ട്രാഫിക് കൺജഷൻ ഒഴിവാക്കും. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ സിറ്റി സെൻറ്ററുകളെയൊക്കെ ബൈപ്പാസ് ചെയ്ത് പോകും. അപ്പോൾ ദിസ് ഔട്ടർ റിംഗ് റോഡ് എന്താ ഇതിന് ക്യാൻ ടേക്ക് അവേ ദ ട്രാഫിക് കൺജഷൻ ഫ്രം സിറ്റി സെൻറ്റേഴ്സ്. അങ്ങനെ ഒരു സ്മൂത്തായിട്ടുള്ള ഒരു ട്രാഫിക് ഫ്ലോ പ്രദാനം ചെയ്യാൻ കഴിയും. പിന്നെ ബെറ്റർ കണക്ടിവിറ്റി, ട്രാവലിംഗ് ടൈം കുറയ്ക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എങ്കിലും പ്രധാനമായിട്ടുള്ള ചില പ്രത്യേകതകൾ ഇത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ നമുക്കറിയാം. ഇതിൻ്റെ 2 സൈഡിലും ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളാണ്. ഒരുപാട് റെസിഡൻഷ്യൽ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്സ്, ഫ്ലാറ്റ് ഇതുപോലെയുള്ള ഒരുപാട് സമുച്ചയങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ ലഭിക്കും, അല്ലേ? അപ്പോൾ അതുപോലെ ഇൻഡസ്ട്രിയൽ പാർക്സ്, വെയർഹൗസസ്, പല കമ്പനികളുടെയും, ഇപ്പോൾ നമുക്കറിയാം കൊമേഴ്സ് ജയൻസ് ആയിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള പല കമ്പനികളുടെയും വെയർഹൗസസും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ അത് ഒരു പ്രത്യേകതയാണ്. പിന്നെ ബസ് ഡിപ്പോസ് അതുപോലെയുള്ള മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാകും. നമുക്കറിയാം, ഇപ്പോൾ എറണാകുളം വൈറ്റിലയിൽ കൂടെ പോകുന്ന, അല്ലെങ്കിൽ വൈറ്റില പാലാരിവട്ടം വഴി പോകുന്ന, അപ്പോൾ വൈറ്റിലയിലൊരു ഹബ്ബ് വന്നപ്പോൾ ആ പ്രദേശത്തുണ്ടായി കഴിഞ്ഞ മാറ്റങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ എറണാകുളത്ത്. അപ്പോൾ അതുപോലെ ഉള്ള മാറ്റങ്ങൾ നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാം. പിന്നെ പൊതുവേ ടൂറിസത്തിന് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒന്നായിരിക്കും ഈ ഔട്ടർ റിംഗ് റോഡ്. ഒരുപാട് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, വ്യാപാര സ്ഥാപനങ്ങൾ, മോളുകൾ, ഇതൊക്കെ വരിക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക്, തദ്ദേശീയരായിട്ടുള്ളവർക്കും മറ്റല്ലാത്തവർക്കും ഒരുപാട് തൊഴിലവസരങ്ങൾ ലഭിക്കുകയാണ്. ഇപ്പോൾ ഈ വെയർ ഹൗസസൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഹൗസിംഗ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പഠിച്ച ഒരുപാട് പേർക്ക് നല്ല നല്ല തൊഴിലവസരങ്ങൾ ലഭിക്കും, അല്ലേ? അപ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരുപാട് ഇൻഡസ്ട്രിയൽ പാർക്സും അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ വലിയ കമ്പനികളുടെ വെയർ ഹൗസസ് ഒക്കെ സ്ഥാപിക്കും. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫ്രാസ്ട്രക്ചർ, സ്കൂളുകൾ, അതുപോലെയുള്ള അനുബന്ധ സ്ഥാപനങ്ങൾ, സ്കൂൾ, കോളേജസ്, ഹോസ്പിറ്റൽസ് ഒക്കെ ഇതിൽ പെടാം, അല്ലേ? അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ വർദ്ധിക്കും. പിന്നെ വലിയ പൊല്യൂഷനൊന്നുമില്ലാതെ സിറ്റിയിലുള്ളവർക്കും ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയും. കുറേ ട്രാഫിക് എന്തായാലും ഇതിൽ ഡൈവേർട്ട് ചെയ്യപ്പെടും. ട്രാൻസ്പോർട്ടേഷൻ ടൈം തന്നെ കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഒരുപാട്
കാര്യങ്ങൾ ഇതിലൂടെ നേടിയെടുക്കാൻ കഴിയും ഔട്ടർ റിംഗ് റോഡിന്. അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഈ പറഞ്ഞ രീതിയിലെല്ലാം ഔട്ടർ റിംഗ് റോഡ് വളരെ പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ ഇതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ മാത്രമേ ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളൂ. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റ് തന്നെയാണ് ഈ ഔട്ടർ റിംഗ് റോഡ്, കഴിഞ്ഞ നവായകുളം ഔട്ടർ റിംഗ് റോഡ്. നമുക്ക് ഇനി ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, എന്താണ് ലോജിസ്റ്റിക്സ്, എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന വീഡിയോകളുമായി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.